ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പെന്തിക്കോസിലായിരുന്നു. സഹോദരിമാരാണല്ലോ. അതെ അതെ അതെ. നമ്മളെ ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്, പക്ഷേ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1967 ഞാൻ രക്ഷിക്കപ്പെട്ടു. പാസ്റ്റർ PM ഫിലിപ്പ് സാർ എന്നെ സ്നാനപ്പെടുത്തി. 1968 ശാലേം ബൈബിൾ സ്കൂൾ വടവാതൂരും, 69 എബ്രോൺ ബൈബിൾ കോളേജ് കുമ്പനാട്ടും ദൈവവചനം പഠിച്ചു. ആ സമയത്ത് എനിക്ക് അമേരിക്കയിലുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് പരേതനായ പാസ്റ്റർ VT തോമസ് അന്ന് ക്രമീകരിച്ചു തന്നു. അങ്ങനെ ആദ്യ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അമേരിക്കയിൽ പോയി. സിയാറ്റിൽ എന്ന സിറ്റിയിലാണ് ബൈബിൾ കോളേജിൻ്റെ പേര്. സിയാറ്റിൽ ബൈബിൾ കോളേജ് എന്നാണ്. സിയാറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്ന ഫിലദൽഫിയ സഭയായിരുന്നു. ആ ലോക്കൽ സഭയുടെ ചുമതലയിലായിരുന്നു ബൈബിൾ കോളേജ്. അവിടെയാണ് സ്നാനപ്പെടുന്നവർ ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല, അതിന് ആഭരണം ഇടാം, ആഭരണം നീക്കണം എന്നൊരു ഉദ്ദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പഠനം അവിടെ വെച്ച് 1970 അവിടെ പഠിച്ച് 72 മടങ്ങി വന്ന് കർത്താവിൻ്റെ വേല കേരളത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിനോട് പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആഭരണം ഊരണമെന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ: IPCയിലെ പാസ്റ്റർമാരായ PM ഫിലിപ്പ്, TG ഉമ്മൻ, പാസ്റ്റർ KE അബ്രഹാം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ നീ പഠിപ്പിച്ചാൽ മതി. സാഹിബന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയണ്ട. അങ്ങനെ ഞാൻ ആ ചിന്തയിലേക്ക് വന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെപ്പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ, സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ 5 വൈദികരെ പമ്പാ നദിയിൽ ഇറക്കി വിശ്വാസ സ്നാനം നൽകി. 5 വൈദികർക്കും സഭകളുണ്ട്. അതെല്ലാം പെന്തിക്കോസ് ഉപദേശമുള്ള സഭകളാണ്. അവരോട് ഒന്നും ആഭരണ നിഷേധത്തെക്കുറിച്ച്, ആഭരണം ഉപേക്ഷിക്കേണ്ട എന്നോ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ എൻ്റെ ജീവ അനുഭവങ്ങളെക്കുറിച്ച് ഹല്ലേലൂയയുടെ പ്രവർത്തകരും എൻ്റെ സ്നേഹിതനായ അച്ചമുഞ്ഞലന്തൂരും സാങ്കുട്ടിയാക്കോയും വന്ന് സംസാരിച്ചപ്പോൾ ഓരോ ആഴ്ചയിലും ജീവിത അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചെങ്കിലും അവരതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആഭരണത്തിൻ്റെ വിഷയം വന്ന ഒരു ഭാഗം മാത്രം പെട്ടെന്ന് പെന്തിക്കോസുകാരിൽ പലരെ തട്ടി ഉണർത്തുകയും യൂട്യൂബുകാരും പരിഹാസികളായ ആളുകളും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ
ഉപദേശങ്ങൾ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ ആഭരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏറ്റവും വലിയ ഭക്തനാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പറയണം, ആവരണം ഇടാൻ നോക്കുകയോ, കാരണം എനിക്ക് ഒരു ഇടിവിളയുണ്ട്, ഇടിവിള ഇടണം. ബന്ധിക്കോസുകാരൻ്റെ അകത്ത് അവൻ ആഭരണം ഉപേക്ഷിച്ചെങ്കിലും ഇടിവിള കിടക്കുക, ഇടിവിള കയ്യേലിട്ടുകൊണ്ട് നടക്കാനുള്ള മോഹം അവൻ്റെ അകത്തുണ്ട്. പുറമേ അവൻ ആഭരണം ഊരിയിരിക്കുകയാണ്. അതൊന്നും ആത്മീയമല്ല, അതെല്ലാം സാത്താന്യമാണ്, ദൈവികമല്ല. ദൈവികമായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഒരാൾ ആവരണം ഉപേക്ഷിച്ചെങ്കിൽ അയാളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായം അതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മീയ വർധനവ് വരട്ടെ. കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ, സ്ഥിരമായ സഹിഷ്ണുതയോടെ ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് യു. ഞാൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ശാരൻ തോമസൻ വീട്ടിലോട്ട് വിളിച്ച് കയറ്റി എന്നോട് പറഞ്ഞു, ഇന്ന് കാഹളം നൂതി കർത്താവിൻ്റെ വരവിൻ്റെ കാഹളം നൂതി എന്നും പറഞ്ഞു വളരെ പ്രൈസ് ചെയ്തു. തോമച്ചാൻ ആളുകളെ എക്സൈറ്റഡ് ആവും, വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. തിരുവല്ലയിലും കാണാൻ വരികയാണെങ്കിൽ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കാവുള്ളൂ. ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിലും കയറില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഏത് സമയത്ത് വന്നാലും ഏത് കാര്യത്തിന് വന്നാലും ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ പറഞ്ഞ് പുലി അത് കോമ്പൗണ്ട് വിട്ടു തന്നു. പൈസ എന്നോട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എത്ര വേണേലും ആത്മാവിൽ ആരാധിച്ചോളാം. പൈസ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ആയപ്പോഴത്തേക്ക് കുറച്ചുപേര് വരാൻ മടിച്ചു. പിന്നെ ഒരു പെന്തക്കോസ് അച്ഛന്മാർക്കൊക്കെ വരാൻ മടിയായി. പെന്തിക്കോസിൻ്റെ ഒരു കേന്ദ്ര സ്ഥലത്തിട്ട് പെന്തിക്കോസിൽ ഈ ആളിനെ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞൊരു പരാതി അതിനു മുമ്പ് എണ്ണ ഇറങ്ങിയിരുന്നു. അച്ഛൻ അതിനകത്ത് പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ഈ ഒരു പെന്തക്കോസ്തിലേക്ക് ആളെ പിടിക്കാനുള്ള ഒരു കാര്യമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ അവരൊക്കെ പോയി സ്നാനപ്പെട്ടു. നമ്മൾ പ്രസംഗിക്കാതെ തന്നെ അവർക്കെല്ലാം അറിയാമല്ലോ, ഉള്ളിൽ അറിയാമല്ലോ. അതെ. ഈ കരിസ്മാറ്റിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, കരിസ്മാറ്റിക് മൂത്ത് പെന്തിക്കോസ് ആകും. അതെ, എന്ന് പറഞ്ഞ പോലെ കൂട്ടായ്മ മൂത്ത് അങ്ങനെ ആ കൂട്ടത്തിൽ ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പെന്തിക്കോസിലായെന്ന്. സഹോദരിമാരാണല്ലോ. അതെ അതെ അതെ. നമ്മൾ ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്, പക്ഷേ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. നമ്മളെ ഒരു കൾട്ടായിട്ട് കാണുകയും ചെയ്തല്ലേ. കൾച്ചറൽ പ്രശ്നം മാത്രമല്ല, അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഇവർ പറയുന്ന വെള്ളി പൊന്ന മുതലായ കഴിഞ്ഞ 3 ദിവസത്തേക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്ത് സ്ഥാപിക്കുന്നു. എന്നെ പിടികൂടിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഇവരുടെ ഇടയിൽ പോയി പ്രസംഗിക്കുന്നു പറഞ്ഞ് കൗൺസിൽ വിചാരണയ്ക്ക് അവിടെ ജനറൽ കൗൺസിലിലെ TC മാത്യു അവതരിപ്പിച്ച്, പ്രൊഫസർ TC മാത്യു. ഞാനില്ല, ഞാൻ അന്ന് വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോയി. പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു.
ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇതെടുത്തിട്ടു. പിന്നെ ഇവർ ചോദിച്ച കേസ് കൊണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവർ 3 പേരെ തീരുമാനിച്ചു എന്നോട് സംസാരിക്കാനായിട്ട്. ഒന്ന് PM വരുമ്പോൾ, ഒന്ന് PK ചാക്കോ, മറ്റൊന്ന് ഇയാൾ ആ ബഹറിലെ TT ജോസഫ്. അന്ന് സംസാരിക്കേണ്ട, അന്ന് പ്രസംഗമല്ലേ, അടുത്ത ദിവസം മതി എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച പ്രസംഗം, ശനിയാഴ്ച ആയപ്പോൾ ഇവിടെ മുറിയിൽ കുമ്പനാട് കൺവെൻഷൻ സമയത്ത്, കൺവെൻഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് PK ചാക്കോയുടെ മുറി വെച്ചാ. PK ചാക്കോയുണ്ട്, വിചാരണ നടത്തുക. അവിടെ പുള്ളി PM വരുമ്പോൾ വന്ന് അവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടക്കുക, വർത്താനം പറയുന്നുണ്ട് കിടന്നുകൊണ്ട്. ഞാൻ ആ കട്ടിലിൽ തന്നെ ഇരിക്കുക, കസേരയിട്ട് ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ജോർജ് ഓറീസും ഉണ്ട്. ഞാൻ പറഞ്ഞു, IPC സഭ എന്താണോ ഇതിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം എനിക്കുള്ളത്, വ്യത്യാസമില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളിപ്പം വികാസമരാമ തീർത്തു തരാമല്ലോ, ആഭരണം ഉപയോഗിക്കരുതെന്ന് പുതുനിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? അന്ന് ജോർജ് ഓറീസ് റൈസായി ചൂടി. ഇത്ര നാളത്തെ അറിയത്തില്ലല്ലേ, ഇസ്രായേൽ മക്കൾ അവിടെ മുതൽ ആഭരണം ധരിച്ചില്ല. പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതുനിയമത്തിൽ നിന്ന്? മനസ്സിലായില്ലേ? വേറൊരിടത്ത് വാക്യം, അതും പഴയ നിയമത്തിലൊരു വാക്യ, ഏതാണ്ട് കരുവേലകത്തിൻ്റെ അടി കുടിച്ചിട്ടെന്നും പറഞ്ഞു. പുള്ളിക്ക് പിടി കിട്ടുന്നില്ല. പുതിയ നിയമം എന്ന് പറയുന്നത് മാത്രം പുള്ളിയുടെ മൈൻഡിലോട്ട് വരുന്നില്ല, ബൈബിൾ എന്നുള്ള ചിന്ത. ഉടനെ PK ചാക്കോ പറഞ്ഞു, പൊടിക്കുഞ്ഞെ KCON പറയുന്ന മനസ്സിലാകുന്നില്ല പൊടിക്കുഞ്ഞിന്. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ടോ എന്നാ ചോദിച്ചത്. അവരെത്ര നോക്കിയിട്ടില്ല, വേർപെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആവരണമാണെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. അന്ന് പോലെ എൻ്റെ വിശ്വാസം അതാണ്. പക്ഷേ പാസ്റ്റർ KC ജോൺ എന്തുകൊണ്ട് അതിനു വേണ്ടി നിന്നില്ല? അതായത് അതിനുവേണ്ടി നിന്നില്ലെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇമോഷണലായിട്ടുള്ള തിങ്കിങ് അങ്ങനല്ല, പൊതുവികാരം നമുക്കെതിരെ. എൻ്റെ വലിയ സ്ഥാനപ്പെട്ടപ്പോൾ അപ്പച്ചൻ അടിച്ചടിച്ച് അത് ചെയ്തതാ. ആഭരണം ഊരിയന് എൻ്റെ അമ്മ ഒത്തിരി കഷ്ടം സഹിച്ചതാ, എൻ്റെ അമ്മ അടി കൊണ്ടതാണ്, എൻ്റെ അച്ഛൻ എന്നൊക്കെയാണ്. അതാണ് ഇമോഷണൽ ഫീലിംഗാ. അവിടെ നമ്മൾ അതേ വല്ലം കയറിത്തൊട്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നതായിട്ടാണ് ഒരു വൈകാരികമായിരുന്നത്. സത്യത്തില് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇത് വന്നത് സത്യത്തിൽ ഈ ബ്രദറൻ പിന്തുടർച്ചയായിട്ട് നമുക്ക് വേർപാട്, ബ്രദറുകാർക്ക് അത് കിട്ടിയത് യൂസ്തുസ് ജോസഫിൽ നിന്നാണ്. ആണല്ലേ? പിന്നെ യൂസ്തുസ് ജോസഫ് ഇപ്പൊ അതൊരു വലിയ വിവാദം, പാട്ടൊക്കെ വിവാദമായ കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് യൂസ്തുസ് ജോസഫ് ഈ കർത്താവ് വരും, ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് 5.5 വർഷത്തെ കാലാവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം അവരുടെ വസ്തുവകകൾ വിറ്റ് ആഭരണങ്ങൾ ഊരി ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. കർത്താവ് ഇട്ട് വന്നുമില്ല, ഇവരിതെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ആയി. പിന്നെ ഇവർക്ക് ആഭരണം വാങ്ങാൻ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. പിന്നുണ്ടായിരുന്നവർ ആഭരണം ഇല്ലാതെയാണ്. നിരാഭരണത്വം അവരുടെ മതത്തിൻ്റെ യൂയോമയ സഭയുടെ ഒരു ഉപദേശമാക്കി മാറ്റി. പിന്നീടാണ് ഈ ബ്രദറൻ ആശയങ്ങളിലേക്ക് ഇത് വന്നപ്പം അവരതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരായി മാറി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രത്യക്ഷ രക്ഷാദിവസക്കാർക്കും ആഭരണം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അത് PRDS അവർക്കും ഇല്ല. അപ്പം ഈ നിരാഭരണം ഒരു മതവിശ്വാസമാക്കി കളഞ്ഞു നമ്മൾ. അത് മിയർ ക്രിസ്ത്യാനിറ്റിയിൽ മാറിക്കളഞ്ഞത്. ന്യൂ ടെസ്റ്റമെന്റിൽ തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. തെറ്റായ വാക്യങ്ങൾ അതിന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ. അതെ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, വാക്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പറഞ്ഞൊരു വാക്യമുണ്ട്, അപ്പം നുറുക്കി ഉപദേശത്തിനകത്തുള്ളതാണ്. ഞാൻ പറഞ്ഞതിനകത്ത് ഉണ്ടെന്ന് പാസ്റ്റർ പറയുന്നതല്ലേ ഉള്ളു, അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞു, പൊന്ന് ദൈവത്തിന് പിണക്ക പുതിയ നിയമസഭയിലെ ആരെങ്കിലും പൊന്ന് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ അവരുടെ പണികൾക്കെല്ലാം പൊന്ന് വേണമായിരുന്നു. പുതിയ നിയമത്തിൽ പൊന്ന്, വെള്ളി മുതലായ സാധനങ്ങൾ പാടില്ല. ഞാൻ ചോദിച്ചു, പ്ലാസ്റ്റിക്കോ മാറിയിട്ടാലോ? ഒരുപാട് പോലില്ല. ശരി, പൊന്നിനോടുള്ള വിരോധം. പക്ഷെ പാടാറുണ്ടെന്ന് തോന്നുന്നു അവിടെ, പൊന്മണി മാല അവൻ എനിക്ക് തരും. അവിടെ ചെല്ലുമ്പോൾ അവിടെ തങ്കത്തെരുവിൽ നടക്കാൻ പോവല്ലേ.
പക്ഷെ അതുകൊണ്ട് നമുക്കൊരു വലിയ അപജയം വന്നു. നമ്മൾ മിയർ ക്രിസ്ത്യാനിറ്റി മുഖ്യധാരയിൽ നിന്ന് മാറേണ്ടി വന്നു. നമ്മളെ തെറ്റിദ്ധരിച്ചു, നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാനിരുന്ന ആളുകൾ ഈ ഒരൊറ്റ കടമ്പോട്ട് മാറിയില്ല. വേർപാട് എന്ന് പറയുന്നത് ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. പാപത്തിൽ നിന്നുള്ള വേർപാട് എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണെന്ന് വന്നു. അതൊരു വലിയ സങ്കടമാണ്. ന്യൂ ജനറേഷൻ സഭകൾ തുടങ്ങാനും ഒരു പ്രചോദനമായത് ഇങ്ങനെയുള്ളതാണ്.